ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച പൊൻകാരം കൊണ്ട് ചുരിക വിളയ്ക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. മാറ്റച്ചുരിക ചോദിച്ചപ്പോൾ മറന്നുപോയി എന്ന് കളവു പറഞ്ഞവൻ ചന്തു. മടിയിൽ അംഗത്തളർച്ചയോടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ടു താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. കൊടും ചതികൾ പിന്നെന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണൻ നിങ്ങളുടെ നാട്ടിൽ. നിങ്ങൾ കേട്ടതൊക്കെ ശരിയാണ്, എല്ലാം തെറ്റുമാണ്. കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും ഒരു കാലത്ത് ഹൃദിസ്ഥമായ ഈ ഡയലോഗിന്റെ എഴുത്തുകാരന് മലയാളത്തിൽ വിശേഷണങ്ങൾ ഒന്നും വേണ്ട. കാക്കയുടെ കരച്ചിലും യേശുദാസിന്റെ പാട്ടും കേൾക്കാതെ മലയാളിയുടെ ഒരു ദിവസം കടന്നുപോകില്ല എന്ന് പറയുന്നത് പോലെ MTയുടെ ഒരു സിനിമാ ശകലമോ നോവലിലെയോ കഥയിലെയോ ഒരു ഭാഗമോ ഓർക്കാതെ സഹൃദയനായ മലയാളിയുടെ ഒരു ദിനം കടന്നുപോകില്ല. മാടത്ത് തെക്കേപ്പാട് വാസുദേവൻ എന്ന MT വാസുദേവൻ നായർ വിടവാങ്ങുന്നതോടെ മലയാള സാഹിത്യത്തിലെ ഒരു യുഗമാണ് അവസാനിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ എന്ന കുഗ്രാമത്തിൽ നിന്നും ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നെടുത്ത ഒരു അക്ഷര തീർത്ഥാടനം 91 വയസ്സിൽ അവസാനിക്കുന്നു. ജീവിച്ചിരിക്കെ തന്നെ എല്ലാ അംഗീകാരങ്ങളും കിട്ടിയ ഭാഗ്യവാൻ. MT ആദ്യ നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ആദ്യ സിനിമയ്ക്ക് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം. MT മാതൃഭൂമി നടത്തിയ ലോക ചെറുകഥാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത് തൊട്ട് ജ്ഞാനപീഠം വരെയുള്ള അവാർഡുകളുടെയും അംഗീകാരങ്ങളുടെയും പെരുമഴ. പത്രാധിപർ, എഴുത്തുകാരൻ, ചലച്ചിത്രകാരൻ, തൊട്ടതെല്ലാം പൊന്നാക്കി MT മാജിക്. ഇങ്ങനെയൊക്കെയാണെങ്കിലും വ്യക്തി ജീവിതത്തിൽ ഏറെ വിമർശനങ്ങൾ കേട്ടയാളാണ് MT. പരുക്കനാണ്, പിശുക്കനാണ്, ചിരിക്കാത്തയാളാണ്, സാമൂഹിക പ്രതിബദ്ധതയില്ലാത്തയാളാണ്, അങ്ങനെ പോകുന്നു. എന്നാൽ ഇതിലൊന്നും യാതൊരു കഥയുമില്ലെന്നാണ് അദ്ദേഹവുമായി അടുത്തവർ പറയാറുള്ളത്. പലപ്പോഴും വികൃതമായി ചിത്രീകരിക്കപ്പെട്ടതാണ് MTയുടെ സ്വകാര്യ ജീവിതം. അന്തരിച്ച എഴുത്തുകാരൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ള പലപ്പോഴും പറഞ്ഞിരുന്നത് സൗഹൃദ പാർട്ടികളിൽ തമാശ പറയുന്ന, ഉല്ലസിക്കുന്ന, സഹജീവികളുടെ എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്ന MTയെയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ, നൂലൻ വാസു എന്ന് കളിയാക്കിയിരുന്ന ഈ എഴുത്തുകാരൻ തന്റെ ഗ്യാങ്ങിൽ നന്നായി തമാശ പറയുകയും ആസ്വദിക്കുകയും ചെയ്യുന്നയാളാണ്. തമാശകൾ നന്നായി ആസ്വദിക്കുന്ന പ്രകൃതം കൂടിയാണ് MTയുടേത്. മഞ്ജു വാര്യർ നായികയായി വേണു സംവിധാനം ചെയ്ത ദയ എന്ന ചിത്രത്തിലെ ചില ഹാസ്യരംഗങ്ങൾ വർണ്ണിക്കുമ്പോൾ MT ചിരിച്ച് മറയുകയായിരുന്നെന്ന് വേണു പറഞ്ഞിട്ടുണ്ട്. മഞ്ജു വാര്യരുടെ ആ ചിത്രത്തിലെ പ്രകടനവും MTക്ക് ഏറെ ബോധിച്ചിരുന്നു. മഞ്ജുവില്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു പടം താൻ എഴുതുകയില്ലെന്നാണ് MT പറഞ്ഞത്. വെട്ടിയും തിരുത്തിയും മാറ്റി എഴുതിയും ഇന്നും കാണുന്ന ഒരുപാട് കഥാകൃത്തുക്കളെ സൃഷ്ടിച്ചതിനും പിന്നിലും ആ മാന്ത്രിക കൈകൾ തന്നെയാണ്. നടൻ മമ്മൂട്ടിക്കും നാട്ടിലെ ഒരു സാധാരണ മനുഷ്യനും അദ്ദേഹത്തിന് മുന്നിൽ തുല്യ പരിഗണനയാണ്. ഇതാണ് പലപ്പോഴും അഹങ്കാരമായി തെറ്റിദ്ധരിക്കപ്പെട്ടത്. പക്ഷേ സ്നേഹിക്കുന്നവർക്ക് മുന്നിൽ അദ്ദേഹം ആട്ടിൻകുട്ടിയാണ്. തന്റെ ഫോട്ടോകൾക്കൊക്കെ യാതൊരു മടിയും കൂടാതെ എത്ര സമയമെടുത്തു വേണോ പോസ്റ്റ് ചെയ്യുന്ന MTയെ കുറിച്ച് ഫോട്ടോഗ്രാഫർ P മുസ്തഫയൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഇടയ്ക്ക് എപ്പോഴോ MT എന്ന കേരളത്തിലെ ഏറ്റവും ആരാധിക്കപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരനായ എഴുത്തുകാരന് ജീവിതം കൈവിട്ടുപോയി. ഒരു കാലത്ത് വലിയ ചീട്ടുകളി ഭ്രാന്തനുമായിരുന്നു MT. അങ്ങനെ കോഴിക്കോട്ട് വീറ്റ് ഹൗസ് എന്ന 70കളിലെ ഒരു പ്രമുഖ ഹോട്ടലുണ്ടായ തർക്കമാണ് ഒരു കൊലപാതകത്തിൽ കലാശിക്കുന്നത്. ഒരു ഈഗോയുടെ പുറത്ത് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ കുത്തിക്കൊല്ലുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ പ്രതിയെ ജയിലിൽ വെച്ച് പോയി കണ്ട അനുഭവം വെച്ചാണ് ശത്രുവെന്ന MTയുടെ കഥയുണ്ടാവുന്നത്. അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് അദ്ദേഹം സദയം എന്ന സിനിമയാക്കി. മദ്യപാനമായിരുന്നു അദ്ദേഹത്തെ കുടിക്ക് ഏറ്റവും വലിയ പ്രശ്നം. 1-2 വർഷമല്ല, 20 വർഷക്കാലം മദ്യപിച്ചയാളാണ് MT. സുഹൃത്തുക്കളുമായൊക്കെ ചേർന്ന് ഒരു തമാശയ്ക്ക് തുടങ്ങിയ മദ്യപാനം ക്രമേണ ശീലമായി. പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഒരിക്കൽ എഴുതി, അക്കാലത്ത് ഞെട്ടിക്കുന്നതായിരുന്നു MTയുടെ മദ്യപാനം. ജോലിയില്ലാത്ത ദിവസങ്ങളിൽ അതിരാവിലെ തുടങ്ങി ഒരു കുപ്പി തീർക്കും. അങ്ങനെ ഗുരുതരമായ കരൾ രോഗം വന്ന് അദ്ദേഹം മരണാസന്നനായിരുന്നു. ഒരു വേള കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾ MT അന്തരിച്ചു എന്ന തലക്കെട്ടിൽ വാർത്തയും പ്രൊഫൈലും തയ്യാറാക്കിയിരുന്നു. സുഹൃതം സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച സ്വന്തം മരണവാർത്ത തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കാണുന്ന പത്രപ്രവർത്തകൻ രവിശങ്കർ MTയുടെ സ്വന്തം അനുഭവമാണ്. അക്ഷരങ്ങൾ എന്ന സിനിമയിലും മദ്യത്തിലേക്ക് വഴിതെറ്റിയ ഒരു എഴുത്തുകാരനെ MT ആവിഷ്കരിച്ചിട്ടുണ്ട്. ആവേശവും മമ്മൂട്ടിയുടേതായിരുന്നു. ഇതും അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള കഥാപാത്രമാണ്. ഇനി കുടിച്ചാൽ മരണം ഉറപ്പ് എന്ന ഡോക്ടറുടെ മുന്നറിയിപ്പോടെ ഡിസ്ചാർജായ MT പിന്നെ ചിട്ടയായ ജീവിതത്തിലൂടെ 91 വയസ്സ് വരെ ജീവിച്ചതും മറ്റൊരത്ഭുതം. ഒരിക്കൽ MT പറഞ്ഞു, മദ്യം എന്റെ സാഹിത്യത്തിന് യാതൊരു ഗുണവും ചെയ്തിട്ടില്ല. മദ്യപിച്ചൊരു കത്തെഴുതാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. ശാരീരികമായും മാനസികമായും മദ്യം എന്നെ തളർത്തിയിട്ടേയുള്ളൂ. MN കാരശ്ശേരിയും ഇതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കുടിച്ചാൽ എഴുത്തിനും മറ്റു കലാപ്രവർത്തനങ്ങൾക്കും ഉഷാറ് കിട്ടും എന്നൊരു ധാരണയുണ്ടല്ലോ എന്ന ചോദ്യത്തിന് MT നൽകുന്ന ഉത്തരം ഇങ്ങനെ:
അത്യബദ്ധം. കുടിച്ചാൽ എഴുതാൻ പറ്റില്ല. കുടിച്ചിരുന്നിട്ട് ഞാൻ ഒരു വരിയും എഴുതിയിട്ടില്ല. മനുഷ്യനെ ചീത്തയാക്കാനല്ലാതെ മദ്യത്തിന് ഒന്നും കഴിയില്ല. സമയവും പണവും നഷ്ടം, പിന്നെ കുറ്റബോധവും. ഞാൻ എൻ്റെ ദീർഘകാലത്തെ അനുഭവത്തിൽ നിന്നും പറയുന്നതാണ്. MT തുറന്നടിച്ച് പറയുന്നു. MT 2 തവണ വിവാഹം കഴിച്ചിട്ടുണ്ട്. 1965 എഴുത്തുകാരിയും വിവർത്തകയുമായ പ്രമീളയെ വിവാഹം കഴിച്ച അദ്ദേഹം പിന്നീട് വിവാഹമോചിതനായി. 77 അദ്ദേഹം മകളുടെ ഡാൻസ് ടീച്ചറായി എത്തിയ പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയെ ജീവിത സഖിയാക്കി. മൂത്ത മകൾ സിത്താര ഭർത്താവിനൊപ്പം അമേരിക്കയിൽ ബിസിനസ് എക്സിക്യൂട്ടീവാണ്. ന്യൂജേഴ്സിയിൽ താമസിക്കുന്നു. രണ്ടാമത്തെ മകൾ അശ്വതിയും നർത്തകിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അക്കാദമിക് പഠനങ്ങൾ വന്നതും MTയുടെ രചനകളെ കുറിച്ചായിരിക്കണം. വടക്കൻ വീരഗാഥയിലെ ചന്തു ഉണ്ണിയാച്ചയോട് പറയുന്ന "നീ അടക്കമുള്ള പെൺവർഗം ചിരിച്ചുകൊണ്ട് ശപിക്കും, വെറുത്തുകൊണ്ട് കൊഞ്ചും" എന്ന ഡയലോഗ് അടക്കം പലരും എടുത്തു കാണിക്കുന്നുണ്ട്. അക്ഷരങ്ങൾ, സുഹൃതം തുടങ്ങിയ MTN സിനിമകളുമായി ബന്ധപ്പെട്ടും ഈ സ്ത്രീവിരുദ്ധതാരോപണങ്ങൾ ഉയർന്നു. ഏറ്റവും വിചിത്രം അക്ഷരങ്ങൾ എന്ന സിനിമയ്ക്ക് മറുപടിയായി MTയുടെ ആദ്യ ഭാര്യ പ്രമീള ദേവി ബദൽ സിനിമയിറക്കാൻ തീരുമാനിച്ചിരുന്നു. ആ സിനിമ സംവിധാനം ചെയ്യാനെത്തിയ ഗോപിനാഥ് മൂരിയാട് ആ സിനിമയുടെ കഥ കേട്ട് നടുങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞു. MTയുടെ ആദ്യ ഭാര്യ പ്രമീള നായർ എഴുതിയ പുസ്തകമാണ് സിനിമയാക്കേണ്ടത് എന്ന് അന്ന് പലരും പറഞ്ഞു. അതുകൊണ്ട് തന്നെ MTയെ പോലൊരു മഹാമേരുവിനെ പിണക്കാൻ സാധ്യതയുള്ള ഈ പ്രോജക്റ്റ് ചെയ്യാൻ അന്ന് മലയാള സിനിമയിലുള്ള മുൻനിരക്കാർ ആരും തയ്യാറായിരുന്നില്ല. പ്രൊഡ്യൂസറാകാൻ പ്രമീള നായരുടെ സുഹൃത്തുക്കൾ റെഡിയായിരുന്നു. എന്നാൽ ഈ പ്രോജക്റ്റ് നടന്നില്ല. പിന്നീട് MTയും ആദ്യ ഭാര്യയും കുടുംബവും തമ്മിൽ നല്ല ബന്ധത്തിലുമായി. മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്നും MT തുറന്നടിച്ചു. ഭരണാധികാരികൾ എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നും MT പറഞ്ഞു. സാധാരണക്കാരന്റെ മനസ്സിൽ MT എന്നത് ചതിയൻ ചന്തുവിനെ അടക്കം ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്ത തിരക്കഥാകൃത്താണ്. മമ്മൂട്ടിയാണ് MTയുടെ തീപാറുന്ന ഡയലോഗുകളിലൂടെ അരങ്ങു തകർക്കാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയ നടൻ. മമ്മൂട്ടി ജീവിതത്തിൽ പേടിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഏക വ്യക്തിയാണ് MT. തന്റെ തൂലികയിലൂടെ വളർന്ന നടൻ വീണും ഉരുണ്ടെഴുന്നേറ്റ് പൊടി തട്ടിയുമൊക്കെ വളർന്ന് മെഗാ താരമാവുന്നത് താൻ ആസ്വദിച്ച് കണ്ടുവെന്ന് MT ഒരിക്കൽ എഴുതിയിരുന്നു. മമ്മൂട്ടി വടക്കൻ വീരഗാഥയിലെ കിടിലൻ ഡയലോഗുകൾ പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മമ്മൂട്ടി നേരെ കോഴിക്കോടെത്തി MT വാസുദേവൻ നായരെ കണ്ടു. സംഭാഷണങ്ങൾ MTയുടെ സ്വരത്തിൽ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ച് ഒരു കാസറ്റിൽ റെക്കോർഡ് ചെയ്തെടുത്തു. പിന്നീട് യാത്രകളിലും സമയം കിട്ടുമ്പോഴുമൊക്കെ ഇതിങ്ങനെ കേട്ടുകേട്ട സംഭാഷണങ്ങൾ പഠിക്കും. MT സംഭാഷണങ്ങൾ പറയുന്ന രീതി, മോഡുലേഷൻ, സംഭാഷണം നിർത്തേണ്ട സ്ഥലം എന്നതൊക്കെ ചിത്രീകരണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മമ്മൂട്ടി കേട്ടു പഠിച്ചു. മമ്മൂട്ടിയുടെ അധ്വാനത്തിന്റെ ഫലമാണ് ജനം ഇന്നും ആസ്വദിക്കുന്ന തീപാറുന്ന സംഭാഷണങ്ങൾ. മോഹൻലാലിനും ഒരിക്കലും മറക്കാനാവില്ല ആ തൂലികയുടെ ശക്തി. വാനപ്രസ്ഥത്തിലെ ലാലിന്റെ അഭിനയം തന്നെ അമ്പരപ്പിച്ചുവെന്നും MT പറഞ്ഞിരുന്നു. MT എത്ര സിമ്പിളായിരുന്നുവെന്ന് കോഴിക്കോട് കൊട്ടാരം റോഡിലെ നാട്ടുകാർക്കറിയാം. പണ്ട് അദ്ദേഹം ഇതുവഴി നടക്കുമ്പോൾ സുഹൃത്തിന്റെ മെഡിക്കൽ ഷോപ്പിൽ വിശ്രമിക്കാൻ കയറുമായിരുന്നു. സുഹൃത്തൊന്ന് മാറിയാൽ മരുന്നെടുത്തു കൊടുക്കുന്ന പണിയും MT ചെയ്യും. ആ മഹാസാഹിത്യകാരന്റെ കയ്യിൽ നിന്നും മരുന്ന് കിട്ടാൻ വേണ്ടി വെറുതെ അവിടെ കാത്തിരുന്ന ആരാധകർ പോലുമുണ്ട്. പ്രസാദം പോലെ അവർ ആ ഗുളിക വാങ്ങി പോകുന്നു.